ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. 17,353 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 17,366 വരെ ഹൈ പോയി. തുടർന്ന് 17,178.4 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. JSW സ്റ്റീൽ, കോൾ ഇന്ത്യ, സൺഫാർമ, സിപ്ല, NTPC ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനറായിട്ട് നിന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുമ്പോൾ ഫാർമ, തുടർന്ന് മെറ്റൽ, ഈ രണ്ട് സെക്ടറുകളായിരുന്നു ഇന്ന് പോസിറ്റീവിൽ നിന്നത്. ബാക്കിയുള്ള സെക്ടറുകളും തന്നെ ഒരു നെഗറ്റീവ് സൈഡിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ രാവിലെ ചെറിയൊരു ഗെയിനോടുകൂടി ഓപ്പൺ ആയതിനു ശേഷം പിന്നീട് സൈഡ് വേ സെഷൻ ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. അതിനുശേഷം 17,178 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് ഇപ്പോൾ പ്ലോട്ടായിരിക്കുന്നത്. അതുമാത്രമല്ല 17,200 എന്ന് പറഞ്ഞൊരു മാർക്കിനൊക്കെ മാർക്കറ്റ് ഇപ്പോൾ ബ്രേക്ക് ചെയ്താണ് പോയിരിക്കുന്നത്. അടുത്തൊരു ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ 1890, 19,900 ആ ഒരു റേഞ്ചിലാണ് ഇതിൽ നല്ലൊരു സപ്പോർട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വോൾട്ടിലിറ്റി ഇന്ന് നല്ലൊരു വോൾട്ടൈലായിട്ടുള്ള മാർക്കറ്റായിരുന്നു. വോൾട്ടിലിറ്റി ഇൻഡെക്സും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൂടിയിട്ടുമുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഒരു ബിയറിഷ് റിവേഴ്സിൻ്റെ ഒരു സാധ്യതകൾ ഇപ്പോൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി ചാർട്ടിൽ മാത്രമല്ല, ഒരു വീക്ക്ലി ചാർട്ടിലേക്ക് ഈ ഒരാഴ്ചത്തെ പെർഫോമൻസ് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഒരു സ്പിന്നിങ് ടോപ്പ് പോലത്തെ ഒരു പാറ്റേൺ അതുപോലത്തെ ഒരു പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സിനുള്ള സാധ്യതകളാണ് മാർക്കറ്റിൽ കാണാനുള്ളത്. വരും ദിവസങ്ങളിലെ മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത വരും ദിവസങ്ങളിലെ കാണുന്ന ക്യാൻഡിലുകൾ പാറ്റേണും എല്ലാം തന്നെ ഒരു റിവേഴ്സൽ ഡൗൺ ട്രെൻഡിലേക്കാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ മാർക്കറ്റിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും ഒരു റിവേഴ്സലിൻ്റെ. അങ്ങനെയാണെങ്കിൽ 17,900 ആയിരിക്കും നമുക്കടുത്തൊരു സപ്പോർട്ടായിട്ട് നിലനിൽക്കുക. ഇനി ഇതിനുള്ള പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഒരു ചൈനയിൽ നിന്നുള്ള ജൂലൈ സെയിൽസ് ഡാറ്റ അതുപോലെ തന്നെ ഫാക്ടറി ഔട്ട്പുട്ട് ഡാറ്റയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ എസ്റ്റിമേറ്റഡ് വാല്യൂവിനെക്കാട്ടിലും ഡൗൺ ആയിട്ടാണ് പോയിരിക്കുന്നത്, ഒരു ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്ന യു എസിലുള്ള അടുത്തൊരു സ്റ്റിമുലസ് പാക്കേജ്, അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ളത് ഡിസിഷൻസൊക്കെ ഇനിയും എവിടെ എത്താത്ത രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഇൻവെസ്റ്റേഴ്സിനെ നിരാശരാക്കി എന്ന് വേണം കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റും അത്രയൊരു സപ്പോർട്ടീവായിട്ടുള്ള ഗ്ലോബൽ മാർക്കറ്റുകളല്ല ഇപ്പോൾ കാണുന്നത്. ഇന്നത്തെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ഇതെല്ലാം പ്രതിഫലനം ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തെ ഈ ഒരു മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഇന്നലെ നാസ്ഡാക്ക് 30 പോയിൻറ്റ്സ് ഗെയിനോട് കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഒരു നെഗറ്റീവ് സൈഡിലാണ് ഇന്ന് കാണാനുള്ളത്. എല്ലാം തന്നെ ഒരു 1% മുകളിൽ ഡൗണിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു മിക്സഡ് ട്രെൻഡാണ് കാണാനുള്ളത്. SGX നിഫ്റ്റി ഇപ്പോൾ 42 പോയിൻറ്റ്സ് ഗെയിനിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാ മാർക്കറ്റിലും തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു വാല്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ നിന്നൊരു ഡിക്ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യം ഡോളറിനെ അഗൻസ്റ്റായിട്ട് ചെറിയൊരു ലോസ് ഒന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. 74.90 ഇന്ന് രൂപയുടെ മൂല്യം ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ 416 കോടിയുടെ ഒരു നെറ്റ് പർച്ചേസ് ആയിരുന്നു ക്യാഷ് മാർക്കറ്റിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്നലെ 763 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ വന്നത്. FII ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള വിത്ഡ്രോവലാണ് ഈ ഒരു മാസം, ഓഗസ്റ്റ് മാസം മുഴുവനായിട്ടും കാണാനുള്ളത്. ഇനി അതുപോലെ തന്നെ അടുത്തായിട്ട് ഹൈ വാല്യത്തിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ ലൂപ്പിൻ, സീമെൻസ്, JSW സ്റ്റീൽ, കാഡില ഹെൽത്ത് കെയർ, കോൾ ഇന്ത്യ, സൺഫാർമ ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മളിന്ന് കുറച്ച് അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുള്ള സ്റ്റോക്കുകളൊന്നും നിങ്ങൾ നോക്കുക. അതിൽ നിന്ന് നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ ഒരു അനാലിസിസിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ബജാജ് ഇലക്ട്രിക്കൽസിൻ്റെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഹൈയിൽ നിന്നുള്ളൊരു ബ്രേക്കൗട്ടുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ബ്രേക്കൗട്ട് നടന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലെ മാർക്കറ്റ് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ അപ്പോൾ അതും ഈ ഒരു ഇന്നത്തെ ഒരു ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിൽ നിന്നൊക്കെ ഒരു ബ്രേക്കൗട്ട് വരും ദിവസങ്ങളിൽ നടക്കുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിനുള്ള അല്ലെങ്കിൽ അവിടെ ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ JSW സ്റ്റീലിൻ്റെ ഒരു ചാർട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് നല്ലൊരു അപ് ട്രെൻഡിലാണ് ഈ ഒരു സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 5-10 ദിവസമായിട്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റാലി തുടരുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് ഈ ഒരു സ്റ്റോക്കിൽ ഇനിയും നിലനിൽക്കുന്നുണ്ട്. അടുത്തായിട്ട് ബ്ലൂ സ്റ്റാറിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു ബുള്ളിഷ് സിഗ്നലാണ് പ്ലോട്ട് ആയിരിക്കുന്നത്. അതുമാത്രമല്ല ഇന്ന് ഒരു പ്രീവിയസ് ഹൈ വരെ ഒന്ന് ടച്ച് ആയിട്ടാണ് മാർക്കറ്റ് തിരിച്ച് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രീവിയസ് ഹൈയിൽ നിന്ന് ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ ഇതിലും ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ക്യുമിൻസ് ഇന്ത്യയുടെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ അതിലും പ്രീവിയസ് ഹൈയിൽ നിന്നൊരു ബ്രേക്കൗട്ടുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ ഒരു കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ട്രെൻഡാണ് കാണുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു റാലി തുടരുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ അടുത്തതായിട്ട് പോളിക്യാബിൻ്റെ ഒരു ചാർട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലുകളാണ് കാണാനുള്ളത്. അതുമാത്രമല്ല പ്രീവിയസ് ഹൈയുടെ ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ബ്രേക്ക് ചെയ്ത് ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിലും അപ് ട്രെൻഡുകൾ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്
RNVLൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിലും ഇതിലും നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിലും ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിലും. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നല്ലൊരു ട്രേഡിംഗ് പോസിബിലിറ്റിയോ അല്ലെങ്കിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുള്ള പോസിബിലിറ്റിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അശോക് ലേലാൻഡിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു നല്ലൊരു ഗെയിനായിരുന്നു ഈ ഒരു സ്റ്റോക്കിലുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ഒരു റിവേഴ്സലിൻ്റെ ഒരു സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ കാണാനുണ്ട്. പക്ഷേ ഇന്നൊരു വലിയൊരു ഇഫക്റ്റ് ഈ ഒരു സ്റ്റോക്കിൽ വന്നില്ല. കാരണം നോക്കുകയാണെങ്കിൽ രണ്ട് ബ്രോക്കറേജ് ഫേം ഇവരുടെ ഒരു റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. CLSA അതുപോലെ തന്നെ ജെഫ്രീസ് രണ്ടുപേരും 80 രൂപ 75 രൂപ അങ്ങനെയാണ് പ്രൈസ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ഡൗൺ ട്രെൻഡ് ഈ ഒരു സ്റ്റോക്കിൽ കാണാനുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു സ്റ്റോക്ക് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കറക്ഷൻ നടക്കുകയാണെങ്കിൽ ഒരു കൺഫർമേഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ തിരിച്ചൊരു റിവേഴ്സലിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അതല്ല ഈ ഒരു റേഞ്ചിൽ പിടിച്ചു നിന്നാൽ ഒരുപക്ഷെ ഒരു അപ് ട്രെൻഡുകൾ തുടരാനുള്ള സാധ്യതകളും ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ NIITൻ്റെ ചാർട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ അതിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് കാണാനുള്ളത്. അപ്പോൾ ഒരു പ്രീവിയസ് ഹൈയുടെ അടുത്തൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിലാണ് ഈ ഒരു സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നൊരു ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിലും നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ HCLനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകളാണ് ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ കാണാനുള്ളത്. നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ടായിരിക്കുന്നത്. ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ പോലത്തെ ഒരു ഫോർമേഷൻ. അപ്പോൾ ഒരു പ്രീവിയസ് ക്യാൻഡിലിനെ മൊത്തം വിഴുങ്ങുന്ന രീതിയിലൊരു ക്യാൻഡിൽ നിന്ന് പ്ലോട്ടായിരിക്കുകയാണ്. ഒരു ബിയറിഷ് റിവേഴ്സലാണ് കാണുന്നത് ഈ ഒരു സ്റ്റോക്കിൽ. അങ്ങനെയാണെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് അടുത്തായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ കാണാനുള്ളത് 675 ആ റേഞ്ചിലാണ് ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ വരും ദിവസങ്ങളിൽ ഒരു കൺഫർമേഷൻ നമുക്ക് റിവേഴ്സിൻ്റെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അടുത്തൊരു സപ്പോർട്ടായിട്ട് 675 നിലനിൽക്കുന്നു. ഈ ഒരു സ്റ്റോക്കിൽ മാത്രമല്ല, ഇനി അടുത്തായിട്ട് ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിലും ഇതിലും ഒരു റിവേഴ്സലിനുള്ള സാധ്യതകളാണ് കാണാനുള്ളത്. ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഈ ഒരു ചാർട്ടിൽ പ്ലോട്ടായിരിക്കുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ മൊത്തമായിട്ട് വിഴുങ്ങുന്ന രീതിയിലാണ് ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ഈ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവർക്കൊരു സപ്പോർട്ടായിട്ട് 223 റേഞ്ചിലൊരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ ഒരു സ്റ്റോക്ക് പോയിട്ടൊരു കൺസോളിഡേഷൻ നടക്കുകയാണെങ്കിൽ വീണ്ടും റിവേഴ്സലിനുള്ള ചാൻസസ് ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ IDFC ഫസ്റ്റ് ബാങ്ക് ഇതിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു. പിന്നീട് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡോജി ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു റിവേഴ്സൽ കൊടുത്തിട്ടുണ്ട്. ഒരു റിവേഴ്സലിനുള്ള സാധ്യതകൾ കൊടുത്തിരിക്കുകയാണ്. അതായത് ഒരുപക്ഷേ ഈ ഒരു കൺഫർമേഷൻ നമുക്ക് അടുത്ത ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ഒരു ഡൗണിലേക്കുള്ള ചാൻസസ് ആണ് ഈ ഒരു സ്റ്റോക്കിലും കാണാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ 26 രൂപ ആയിരിക്കും. 26 രൂപ റേഞ്ചിലാണ് ഒരു സപ്പോർട്ട് ഈ ഒരു സ്റ്റോക്കിൽ കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാർട്ടും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഈ HCLലും ഹിന്ദുസ്ഥാൻ സിങ്കിലും IDFCയിലൊക്കെ ഒരു റിവേഴ്സലിനുള്ള ചാൻസുകളാണ് കാണാനുള്ളത്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരാഴ്ചത്തെ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മീഡിയ അതുപോലെ തന്നെ മെറ്റൽ ഈ 2 സെക്ടറുകളായിരുന്നു ടോപ്പ് പെർഫോമറായിട്ട് ഈ ഒരാഴ്ച നിന്നത്. അതുപോലെ തന്നെ FMCG ആയിരുന്നു ഡൗണിലേക്ക് പോയ സെക്ടറും. ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ ഹീറോ മോട്ടോർ കോർപ്പിൽ നിന്ന് വന്ന അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ അവരുടെ കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു ബിസിനസ് ലെവലിൻ്റെ 95% മുകളിലേക്ക് സെയിൽസ് കൊണ്ടുവരാൻ സാധിച്ചു ജൂലൈയിൽ എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഇനിയും ഒരു ഗ്രോത്തിനുള്ള സാധ്യതകളാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും വരും ക്വാർട്ടറുകളിൽ അല്ലെങ്കിൽ വരും മന്തുകളിൽ ഉണ്ടാവുക എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഐഷർ മോട്ടോഴ്സിലേക്ക് വരുമ്പോൾ അവരുടെ ഡിമാൻഡും അതുപോലെ തന്നെ ബുക്കിംഗ് എല്ലാം തന്നെ കൊറോണയ്ക്ക് മുമ്പുള്ള അതേ ലെവലിലേക്ക് തിരിച്ചെത്തി. റോയൽ എൻഫീൽഡിൻ്റെ CEOൻ്റെ ഭാഗത്തു നിന്ന് അപ്ഡേറ്റുകളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ടയർ 2 ടയർ 3 സിറ്റിയിൽ നിന്നെല്ലാം തന്നെ നല്ലൊരു റെസ്പോൺസാണ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഏകദേശം 40,000-ലധികം മോട്ടോർ സൈക്കിളിൻ്റെ ബുക്കിംഗ് ഓൾറെഡി വന്നു, പ്രീ ബുക്കിംഗ് എല്ലാം വന്നു എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു തിരിച്ചുവരവാണ് ഇവർക്കും ഉണ്ടാകുന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ സൂചിപ്പിക്കുന്നത്. അടുത്തായിട്ട് Q1 റിസൾട്ട്സ് വന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീലിൻ്റെ അപ്ഡേറ്റുകളിൽ 4,648 കോടിയുടെ നെറ്റ് ലോസാണ് ഇവർ ഒരു ക്വാർട്ടർ റിപ്പോർട്ട് ചെയ്തത്. ഈ കഴിഞ്ഞ Q4 നോക്കുകയാണെങ്കിൽ 1,615 കോടിയുടെ നെറ്റ് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ നോക്കുകയാണെങ്കിൽ അതിലും ഒരു കുറവ് വന്നിട്ടുണ്ട്. 24,288 കോടിയാണ് ഈ ഒരു Q1 അവർക്ക് ഓപ്പറേഷൻസ് റവന്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ 33,769 കോടിയായിരുന്നു അവരുടെ റവന്യൂ ഉണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് BPCLിലേക്ക് വരുമ്പോൾ 2,076 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് അവർ ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നിരുന്നാലും കൊറോണയുടെ ഇമ്പാക്റ്റുകളൊക്കെ അവരുടെ ഡിമാൻഡുകളിലൊക്കെ ഇമ്പാക്റ്റുകൾ കൊണ്ടുപോകുന്ന എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ Q4 അവർ 1,321 കോടി ഒരു നെറ്റ് ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇനി അടുത്തായിട്ട് ഹീറോ മോട്ടോ കോർപ്പിലേക്ക് വരുമ്പോൾ അവർ 61.3 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിൽ അവർക്ക് കഴിഞ്ഞ കാലയളവിൽ നോക്കുമ്പോൾ 1,257 കോടി ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂവിൽ നോക്കുകയാണെങ്കിലും 63% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്.
അടുത്തായിട്ട് MRFിലേക്ക് വരുമ്പോൾ അവർ 95% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിൽ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ റവന്യൂവിൽ 45% ഡിക്ലൈൻ ഉണ്ടായിരിക്കുന്നു അവർക്കും. ഇനി അടുത്തതായിട്ട് NTPCയുടെ നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ 3.1% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 5.1% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. അതർ ഇൻകത്തിൽ നോക്കുകയാണെങ്കിൽ 74% വർധനവും ഉണ്ടായതായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി അവരുടെ ഒരു ഗ്രോസ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ 12% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ഹിൻഡാൽക്കോയിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 26% ഡിക്ലൈനും 40 കോടിയുടെ ഒരു നെറ്റ് ലോസുമാണ് ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അവരുടെ അമേരിക്കൻ സബ്സിഡറിയായ നോവലിസ് അതിൻ്റെ റവന്യൂ നോക്കുകയാണെങ്കിൽ 9% ഡിക്ലൈനും ഉണ്ടായതായിട്ട് കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അലുമിനിയം കോപ്പർ ബിസിനസ്സുകളുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ 19-34% വീതം ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് വോൾട്ടാസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 51% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 50% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ സെഗ്മെൻറ്റ് വൈസ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും 30 മുതൽ 60% വരെയുള്ള ഒരു ഡിക്ലൈനാണ് റവന്യൂവിൽ ഉണ്ടായതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് രാംകോ സിമെൻസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 25% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 43% ഡിക്ലൈനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 2 മടങ്ങിലധികം വർധനവ് ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള വാല്യൂസാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രോസ് NPA നെറ്റ് NPAയിൽ നോക്കുകയാണെങ്കിൽ ഒരു വർധനവാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊവിഷൻസ് നോക്കുകയാണെങ്കിൽ 28% വർധനവ് ഉണ്ടായതായിട്ട് കാണിച്ചിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നോക്കുമ്പോൾ റവന്യൂവിൽ 21% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 25.6% ഡിക്ലൈനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു ഇൻ്ററിയം ഡിവിഡൻ്റ് ആയിട്ട് 3 രൂപ പെർ ഷെയറിൽ അവർ ഡിക്ലെയർ ചെയ്തിട്ടുമുണ്ട്. അഗ്രികൾച്ചർ സെഗ്മെൻറ്റിൽ വരുമ്പോൾ ഡിമാൻഡുകളെല്ലാം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡുകൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും നോൺ അഗ്രികൾച്ചർ സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ഗ്രോത്താണ്, സ്ലോ ആയിട്ടുള്ള ഒരു മൂവിംഗ് ആണ് കാണുന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി സിറ്റി യൂണിയൻ ബാങ്കിലേക്ക് നോക്കുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 5% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 17% ഡിക്ലൈനുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രോസ് NPAയിലും നെറ്റ് NPAയിലും ഒരു നേരിയ കുറവ് കൊണ്ടുവന്നു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണാനുള്ളത്. അടുത്തായിട്ട് ടെലികോം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ AGRനെ സംബന്ധിച്ചിടത്തോളം വെർഡിക്റ്റൊക്കെ വിധിയൊക്കെ വരികയാണ്. അപ്പോൾ അത് സുപ്രീം കോടതിയിൽ നിന്ന് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു AGR ഡ്യൂസൊക്കെ ഒരു ഘട്ടം ഘട്ടമായിട്ട് പേ ചെയ്യാനുള്ള രീതിയിലുള്ള അപ്രൂവൽ സുപ്രീം കോടതിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കും, വിധിയിലുണ്ടാവും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ പ്രതീക്ഷകളിലൊക്കെ കാണുന്നത്. അപ്പോൾ എന്നിരുന്നാലും സുപ്രീം കോടതിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള പേയ്മെൻറ്റ് വരികയാണെങ്കിലും അതിനെ നിങ്ങൾ സെക്യൂരിറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും കൊടുക്കണം എന്ന രീതിയിലും അവരുടെ ഹിയറിങ്ങളിൽ കാണുന്നുണ്ട്. അപ്പം ഫുള്ളായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഇപ്പം ഹിയറിംഗ് 3 മണിക്ക് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആ അപ്ഡേറ്റുകളും ആയിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ടെലികോം സെക്ടറുകൾക്ക് ഒരു ഇമ്പാക്റ്റുകൾ കൊണ്ടുവരാനുള്ള ന്യൂസായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഒരു US മാർക്കറ്റും അതുപോലെ തന്നെ വരും ദിവസങ്ങളിലെ മാർക്കറ്റുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു റിവേഴ്സലുള്ള സാധ്യതകളാണ് കാണാനുള്ളത് മാർക്കറ്റിൽ. അപ്പോൾ തിങ്കളാഴ്ചത്തെ ഒരു പാറ്റേണോ അതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു കൺഫർമേഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു ഡാറ്റകളൊക്കെ വെച്ച് ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരു ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.